ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സോയാബീൻ കറിയാണ്. അതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. കല്ലിൽ ഇഞ്ചി ആദ്യം ചേർത്ത് പിന്നീട് വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് തന്നെ ചതച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, 3 അല്ലി ചെറിയുള്ളി, ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇവയുടെ പച്ചമണം മാറി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് അടിച്ച് ചേർക്കണം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ തക്കാളി അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ സവാള ഇവിടെ വഴണ്ടി വരുന്നുണ്ട്. തക്കാളി അരിഞ്ഞ് ചേർത്താൽ ഗ്രേവി ഉണ്ടാകില്ല. ഗ്രേവി നന്നായി കിട്ടുന്നതിന് വേണ്ടിയാണ് തക്കാളി അടിച്ച് ചേർക്കുന്നത്. തക്കാളി പേസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കൂടും. ഇപ്പോൾ തക്കാളി പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സവാളയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കുത്തൊതുങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ സ്പൂൺ വലിപ്പത്തിലുള്ള ഒരു സ്പൂൺ കൊണ്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മുളക് പൊടി ഇവ ചേർത്തൊന്ന് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ച് നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് സോയാബീൻ, നമുക്ക് എത്രയാണോ സോയാബീൻ, ഞാനിവിടെ 1 കപ്പ് സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ആ സോയാബീൻ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്ത് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ആ വെള്ളം നന്നായി തന്നെ പിഴിഞ്ഞ് കളയണം. ആ സോയാബീനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുഴുവനോടെ സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 20 മിനിറ്റ് വേകാൻ വയ്ക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് ഇതിലേക്ക് യോജിക്കുന്നത് വരെ ഒന്ന് വേവിച്ചതിന് ശേഷം മല്ലിയില ചേർക്കാവുകയാണെങ്കിൽ ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.